ഹായ് ഹലോ നമസ്കാരം. അപ്പൊ ഒരു അടിപൊളി ഐറ്റം നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. ബാച്ചിലർ സ്പെഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ്. ഏവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്തെ അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കും, അയ്യോ പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ദോശമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിന് പേരിട്ടിരിക്കുന്നത് സാൻഡ്വിച്ച് ദോശ എന്നാണ് പേര് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ദോശ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ദോശയുണ്ട്, അതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സോസുകളും സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന, എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന, ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് കാണുക. ഓക്കെ, ഈ ഐറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇതിൽ എഗ്ഗും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടേതായ ഐഡിയ അനുസരിച്ച് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന സാൻഡ്വിച്ച് ദോശ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ലേശം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ സബോള കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വെച്ചു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുമ്പറൊക്കെ വേണമെങ്കിൽ വെക്കാം. എന്താണ്, ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തേക്കണേ. ഒപ്പം ഞാൻ എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്ന എന്താ വെച്ചാൽ വേറെ ഒന്നും കുരുമുളക് പൊടി ഇട്ടാണ് കേട്ടോ. ഒരു ലേശം ഉപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. എന്താണേലും ഇത് നമുക്ക്, ഇതൊക്കെ നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ അനതാരികൾ. അതോടൊപ്പം തന്നെ ഇത് ഉപ്പിട്ട്, നമ്മുടെ ദോശമാവിൽ ഇപ്പം ഞാൻ ഉപ്പിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ദോശമാവാണ്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യാൻ നേരത്ത് വേണം ഉപ്പിടാനായിട്ട്, അല്ലെങ്കിൽ ഉപ്പിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ദോശമാവ് പെട്ടെന്ന് കല്ലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ദോശമാവ് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി ഇതിന്റെ അകത്ത് കുറച്ച് മസാല, കുറച്ച് ഇവിടെ ഞാൻ പറഞ്ഞില്ല മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സാൾട്ടും അതോടൊപ്പം തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് പയ്യെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഞാൻ വെച്ചാണ് കേട്ടോ. അപ്പൊ ഇന്ന് നാളത്തേക്കൊക്കെ നമുക്ക് വേണം യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ സാധനം ഉണ്ട്. ഇതിപ്പോ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു മിക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേണ്ട. ഒന്ന് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മയോണൈസും കൂടി ഉണ്ട്. മയോണൈസ് ഞാൻ എടുത്തിട്ടുള്ളത് തന്തൂരി മയോ എന്ന് പറയുന്നത് ഈ ഒരു മയോണൈസ് ആണ് കേട്ടോ. ഇതിപ്പോ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തു. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മയോണൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അമേരിക്കൻ ഗാർഡന്റെ മയോണൈസ് ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള മയോണൈസ് ആണ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ തന്തൂരി ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് വിത്ത് എഗ് മയോണൈസ് ആണ് കേട്ടോ ഇത്. അതേസമയം നമ്മളുടെ ഈ ഒരു മയോണൈസ് എന്ന് പറയുമ്പോൾ തന്തൂരി മിക്സ് മയോണൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു മസാല ഫ്ലേവർ ഉള്ള ടൈപ്പാണ് കേട്ടോ. അപ്പൊ ചില ആളുകൾക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സംഭവങ്ങൾ. ഇനി നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു നല്ലൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാ സാധനവും കൂടെ, നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റും നമ്മളുടെ ക്യാബേജ് അരിഞ്ഞതും ഒപ്പം നമ്മുടെ ഉള്ളി, നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക കുക്കുംബർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് മൊത്തം നമ്മളിത് ഈ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്ന കുറച്ച് കുരുമുളക് പൊടി. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ്. ഒത്തിരി കുരുമുളക് വേണ്ട, ലേശം മതി. വലിയൊരു എരിവുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ ഇത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സാൾട്ട് ആണ്. സാൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മയോണൈസിലും സാൾട്ട് ഉണ്ട്. അപ്പൊ അതും കൂടെ നോക്കി വേണം നമ്മൾ സാൾട്ട് ഇടാനായിട്ട്. ഓക്കെ, പിന്നെ ദോശമാവിലും സാൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ സാൾട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 2 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം. കാരണം അല്ലെങ്കിൽ വെജിറ്റബിൾ ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്ന നമ്മളുടെ മയോണൈസ് ആണ് കേട്ടോ. മയോണൈസ് നമുക്ക് ഏത് മയോണൈസും ചേർക്കാം. എഗ്ലെസ്സോ തന്തൂരി മയോണൈസോ
തന്തൂരി മയോണൈസ് ആകുമ്പോഴത്തേക്കും കുറച്ചൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. ഈ സിമ്പിൾ പ്ലെയിൻ മയോണൈസ് ആണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പൊ മയോണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു കളർ ആയിട്ടാണ്, ഒരു യെല്ലോയിഷ് കളറിലാണ് ഈ ഒരു മയോണൈസ് വരുന്നത്. ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ ഈ മയോണൈസ്, തന്തൂരി മയോണൈസ് ആണെങ്കിൽ പോലും ഇത് സാൻഡ്വിച്ചിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മയോണൈസ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ മയോണൈസ് ഇട്ടത് ജസ്റ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഒരു ഈസി നമ്മുടെ ഒരു മീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ചോറും കറിയും കഴിക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, ഒരു വെറൈറ്റി. പിന്നെ ഇത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും അങ്ങനെയൊന്നും അല്ല, കുട്ടികൾക്ക് ടിഫിൻ ആയിട്ടാണെങ്കിലും കൊടുത്തു വിടാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത്. ഇതിൽ മയോണൈസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണേ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മയോണൈസ് ഒന്നും ഇല്ല, അയ്യോ മയോണൈസ് ഇല്ല, അങ്ങനെയൊന്നും വേണ്ട. മയോണൈസ് ഇല്ലെങ്കിൽ നമുക്ക് മയോണൈസ് ഇല്ലാത്ത പോലെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ പ്യൂരിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ആക്കാം കേട്ടോ. എന്താണെങ്കിലും മയോണൈസ് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയുടെ പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ പൊട്ടറ്റോ നമ്മളിത് മാഷ് ചെയ്ത് വെച്ചാണ്, പൊട്ടറ്റോ ഇല്ല, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടേ ഇല്ല കേട്ടോ, അത് വേറെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ദോശമാവ് ഒഴിക്കാനായിട്ട്. ദോശ ഉണ്ടാക്കുന്ന ഒരു പാൻ, സിമ്പിൾ ഒരു പാൻ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിത് കല്ല് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ദോശ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ദോശ ആദ്യം പരത്തിയെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ദോശമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ ഒരു വൺ സൈഡ് ഒന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷമാണ് ബാക്കി പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ. ഒരു വൺ സൈഡ് നമ്മുടെ ദോശ വെന്തിട്ടുണ്ട്, നമുക്ക് നേരെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ടിട്ടാണ് നമ്മുടെ പരിപാടികളെല്ലാം ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ദോശ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ആ മാഷ്ഡ് പൊട്ടറ്റോ ഇല്ലേ, നമ്മൾ കുരുമുളകും അതോടൊപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് മാഷ് ചെയ്ത പൊട്ടറ്റോ നമ്മളിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഈ ദോശമാവിലേക്ക്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്ത പൊട്ടറ്റോ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ സോസ്, ടൊമാറ്റോ സോസ്, ലേശം ടൊമാറ്റോ സോസ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ അതും കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മളുടെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് ഇല്ലേ, ആ എഗ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ, എഗ്. അപ്പൊ നമ്മുടെ എഗ്ഗും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതായിക്കോളും. നമ്മുടെ ദോശ ഭയങ്കരമായിട്ട് മൂത്തതിന് ശേഷം അല്ല കേട്ടോ നമ്മൾ തിരിച്ചിട്ടത്, അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡ് വേവുമ്പോഴത്തേക്കും ഇതങ്ങ് സെറ്റായി വന്നോളൂ. നമ്മുടെ ദോശത്തെ ജസ്റ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ട കുക്കായി വന്ന സമയത്ത് നമ്മുടെ വെജിറ്റബിൾ ഇല്ല, നമ്മുടെ വെജിറ്റബിളും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിളും കൂടെ നമ്മളുടെ മയോണൈസും ഒക്കെ മിക്സ് ചെയ്ത വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സാൻഡ്വിച്ച് ദോശ നമുക്കൊന്ന് മടക്കിയെടുക്കാം. നമുക്ക് മടക്കിയെടുത്ത് കഴിയുമ്പോൾ അതിന്റെ രണ്ട് സൈഡ് ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഒന്ന് പയ്യെ ഒരു ചൂടായി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് മടക്കി കൊടുത്തത്. ഇനി നമ്മളുടെ കല്ലിൽ നമ്മുടെ സാൻഡ്വിച്ച് ദോശ നന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ ഒന്ന് തിരിച്ചും മറിച്ചും ജസ്റ്റ് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യണ പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി അപ്പൊ നമ്മളുടെ ആ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് വരും. നോക്കിയാൽ നമ്മുടെ ഐറ്റം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടല്ലോ, നമുക്ക് ഇന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കരുത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ദോശ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ദോശ ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ഒരു സ്നാക്ക് ആയിട്ട് ഇത് ചെറിയ ചെറിയ പീസ് ആക്കുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഫുൾ മീലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്ന സാൻഡ്വിച്ച് ദോശ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ദോശ ഞാൻ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി ലുക്കും സ്റ്റൈലും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ എന്ന് ഈ ദോശ ഇഡലി പുട്ട് ഇതൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് കയറുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതിന്റെ അകത്ത് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ഈ ദോശ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഒരൊറ്റ ദോശ കഴിച്ചാൽ തന്നെ നമുക്ക് ഒരൊറ്റ ദോശയും ഒരു ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുൾ മീലായി. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് ഇതിനും, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റ്,
സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ നോക്കണം. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ, നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പൊ എഗ്ഗും എല്ലാം കൂടെ ചേർന്നിട്ട് സൂപ്പറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എഗ്ഗൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം.